സർ, നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2000 കിലോമീറ്റർ സ്ഥലമേറ്റെടുത്തുകൊണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് ബഹുമാന്യനായ തിരുവഞ്ചൂരെ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചൂക്കും ചെങ്കൂറ്റവും ഇല്ലായിരുന്നു എങ്കിൽ ആ നാഷണൽ ഹൈവേ ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നോ? 2000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ? UDF സർക്കാർ ഇത് നടക്കില്ലെന്ന് പറഞ്ഞ് പൂട്ടിവെച്ച പദ്ധതിയല്ലേ ഇത്? ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയില്ലേ? കൊച്ചി-ഇടമൺ പവർ ഹൈവേ കേരളത്തിൽ പവർ കട്ടില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊച്ചി-ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. അതുകൊണ്ടാണ് ഇവിടെ പവർ കട്ടില്ലാത്തത്. വിഴിഞ്ഞം തുറമുഖം ഇല്ലാതാക്കാൻ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ? പലരെയും ഇറക്കി വിട്ടില്ലേ ബോധപൂർവം? അവിടെ പകച്ചു നിന്നോ സർക്കാർ? പിണറായി വിജയൻ നെഞ്ചൂക്കോടെ നെഞ്ചു വിരിച്ചു നിന്നു. ആ ചെങ്കൂറ്റത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിന്റെ വികസനത്തിന്റെ 4 പില്ലറുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. ടൈഗർ കാ ഹുക്കം.